മന്തി അരമണിക്കൂർ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നേക്കാളും ടേസ്റ്റിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കണ്ടിട്ട് അഭിപ്രായം പറയരുത് കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും. സെല്ല ബസ്മതി റൈസ് വേവിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കൻ്റെ തൊലിയുള്ള പീസ് എടുത്തിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യണം കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്ക് 4 എടുത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പു, ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഓയിൽ 1 കപ്പ് തന്നെ വേണം കേട്ടോ, അത് മസ്റ്റാണ്. പിന്നെ കളർ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ മന്തിൻ്റെ കളറും ടെക്സ്ചറും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റണം. പച്ചമുളകും ഉണങ്ങിയ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ ആ ഓയിൽ മാറ്റി വെച്ചത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ലെയർ അരി ഇട്ട് കൊടുക്കുക, ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും സ്പ്രെഡ് ചെയ്യുക, കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദമ്മിടുക. പിന്നെ അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. സ്മോക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചാർക്കോൾ വെച്ചിട്ട് പുകയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതില്ലാന്ന് വിചാരിച്ചിട്ട് മന്തി പെർഫെക്റ്റ് ആവില്ല എന്ന് വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.